പണ്ട് വിന്ധ്യാപർവ്വതത്തിന് ഒരു മോഹമുണ്ടായി. തനിക്കും ഹിമാലയ പർവ്വതത്തെക്കാൾ വളരണമെന്ന്. അങ്ങനെ വളർന്ന് സൂര്യപ്രകാശം മറയ്ക്കും വിധം വളർന്നു. ദക്ഷിണ ദിക്കുകളാകെ ഇരുട്ടിലായി. അതോടെ ദേവകൾ പ്രശ്നപരിഹാരത്തിനായി അഗസ്ത്യ മഹർഷിയെ ശരണം പ്രാപിച്ചു. അഗസ്ത്യമുനി ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ആരംഭിച്ചു. മഹാമുനിക്ക് കടന്നു പോകുവാനായി വിന്ധ്യൻ തലകുനിച്ച് ഉടൽ ചുരുക്കി വഴിയൊരുക്കി. തനിക്ക് കടന്നു പോകുവാനായി വഴിയൊരുക്കിയ വിന്ധ്യനോട് തിരികെ പോകുന്നതുവരെ തലകുനിച്ച് വഴിയൊരുക്കി നിൽക്കുവാൻ അഗസ്ത്യർ ആവശ്യപ്പെട്ടു. പർവ്വതം അതനുസരിച്ചു. പക്ഷേ അഗസ്ത്യർ പിന്നീട് ഒരിക്കലും ഉത്തരദിക്കിലേക്ക് മടങ്ങിയില്ല. വിന്ധ്യന്റെ അഹങ്കാരം ഒടുക്കിയ അഗസ്ത്യർ പിന്നീട് ദക്ഷിണപഥത്തിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യയുടെ സംരക്ഷകനായ അഗസ്ത്യമുനി തപസ് അനുഷ്ഠിച്ച പ്രദേശമാണ് ഇന്ന് കാണുന്ന കാളിമലയെന്ന് പുകൾ കേട്ട വരമ്പതി. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സഹ്യപർവ്വത നിരകളിലാണ് കാളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യർ മുനി കാളിമലയിൽ തപസ് അനുഷ്ഠിക്കുകയും മുനിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ശ്രീ ധർമ്മശാസ്താവ് അഗസ്ത്യർ മുനിക്ക് ദർശനമേകി. മുനിയുടെ തപശക്തിയിൽ മലമുകളിൽ രൂപം കൊണ്ട നീരുറവയിൽ നിന്നും ഔഷധ ഗുണമുള്ള ജലം പ്രവഹിച്ചു തുടങ്ങി. കൊടും വേനലിൽ പോലും വറ്റാത്ത ഉറവയായി കാളീതീർത്ഥം ഇന്നും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. രോഗശാന്തിക്കായി ഗംഗാജലം പോലെ കാളീതീർത്ഥവും ഭക്തജനങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി പവിത്രമായി സൂക്ഷിക്കുന്നു. ചിത്രാ പൗർണമി നാളിൽ ആയിരക്കണക്കിന് അമ്മമാർ പൊങ്കാല അർപ്പിക്കുന്നത് കാളീതീർത്ഥത്തിലെ പുണ്യജലമാണ്. രാവിലെ കതിരാവുകയും ഉച്ചയ്ക്ക് പഴുത്ത് പാകമാവുകയും വൈകുന്നേരം കൊഴിയുകയും ചെയ്യുന്ന അന്നൂരി എന്ന ഒരു പ്രത്യേകതരം അത്ഭുത നെല്ല് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. അഗസ്ത്യർ മുനി തപസ് അനുഷ്ഠിച്ച സ്ഥലത്ത് ഒരു 5 തല നാഗം കല്ലായി കിടക്കുന്നത് കാണാം. ജഗത് ജനനിയുടെ അനശ്വര ശക്തി തൊട്ടറിഞ്ഞ ആർഷഭാരത മുനിവര്യന്മാരുടെ പ്രാർത്ഥനാ സത്യങ്ങളിൽ ഒന്നായ വരദാനിയുമായ നാഗയക്ഷിയും കാളിമലയിൽ വാണരുളുന്നു. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നാഗയക്ഷിക്ക് പൂജ അർപ്പിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ദക്ഷിണ മൂകാംബിക എന്ന് പ്രസിദ്ധമായ കാളിമല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിലാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ നെയ്യാറ്റിൻകര വിളവംകോട് താലൂക്കുകളോട് ചേർന്ന് വെള്ളറട കടയാൾ പഞ്ചായത്ത് അതിർത്തിയിലാണ് വരമ്പതി എന്ന കാളിമല തീർത്ഥാടന കേന്ദ്രം. ഈ വർഷത്തെ കാളിമല വരമ്പതി മഹോത്സവം സമുചിതമായി കൊണ്ടാടി. നാനാ ദിക്കിൽ നിന്നും 1 ലക്ഷത്തോളം നാരിമാരാണ് മല ചവിട്ടി എത്തിയത്. മെയ് 10 ബുധനാഴ്ചയായിരുന്നു ചിത്രപൗർണമി പൊങ്കാല. ചടങ്ങിൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും ചലച്ചിത്ര സംഗീത സംവിധായകൻ ഗംഗൈ അമരനും പൂയൻ തിരുനാൾ ഗൗരി പാർവതിബായ് തമ്പുരാട്ടിയും പങ്കെടുത്തു. वनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते तनुजनिरोषिणि दिविसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. സമയത്ത് മാത്രമല്ല എന്നും അമ്മയുടെ വാത്സല്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ശിരോമണി തുംഗ ഹിമാലയ ശൃംഗനിജാലയ മധ്യഗതേ മധുമധുരേ മധുകൈടഭഗഞ്ജിനി കൈടഭഭഞ്ജിനി രാസരതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते.
4 വർഷം എൻ്റെ ഒരു മോക്ക് മക്കളില്ലായിരുന്നു. അപ്പം ഞാൻ ഈ മലയിൽ കയറി ഒന്ന് പൊങ്കാലയിടാൻ അവൾക്കൊരു പിള്ളേ ദൈവം ദേവി കൊടുക്കണേന്ന് തൊഴുത് അങ്ങനെ അവൾക്കൊരു മോളും ഉണ്ടായി. അവളെ കല്യാണവും കഴിഞ്ഞ്. പിന്നെ ഒരു അനിയത്തിക്ക് 35 വയസ്സ് വരെ കല്യാണം കഴിയാതിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എല്ലാ വർഷവും എന്നെ കൊണ്ട് കഴിയും പോലെ പൊങ്കാല ഇട്ട് കൊടുക്കാം. അവളെ കല്യാണം കഴിയുന്നതെന്ന് നേർച്ചയുണ്ടായിരുന്നു. അവളെ കല്യാണവും കഴിഞ്ഞ് 2 മക്കളുമായി, അവൾക്ക് ജോലിയായി. ഇപ്പോൾ ഇപ്പോഴും വന്ന് പൊങ്കാല ഇടണം. മക്കളെയും കൊണ്ടുവരണം, മക്കളെയും കൊണ്ട് ഇപ്പം വരണം. ऐरण दुर्मद शत्रुवधोदित दुर्धर निर्जर शक्तिभृते चतुर विचार धुरेण महाशिवदूतकृत प्रमथाधिपते दुरित दुरीह दुराशय दुर्मति दानवदूत कृतान्तमते जय जय हे. ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. എന്താ പറയുക, ഒരു കുടജാദ്രിയൊക്കെ പോണ ഒരു ഫീലായിരുന്നു ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. കാരണം ദേവിയുടെ സന്നിധിയിൽ ഇവിടെ എത്തിച്ചേരുന്നത് അറിയാം, ഒരു 3000 അടി മുകളിലായിട്ട് ഈ മല കയറി ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിനാണെങ്കിലും ഈ ഒരു ക്ഷേത്രാങ്കണത്തിനാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു നല്ലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വനമ്പതി മഹോത്സവത്തിന് തന്നെ എത്താൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് ഞാൻ ഈ ഒരു അവസരത്തെ ഞാൻ കാണുന്നത്. இந்த ஜென்மத்தில் ஃபஸ்ட்டு டைம், அதாவது இவ்வளோ வயசாகுது எனக்கு, 68 69 நடக்குது. இந்த வயசில் இத்தனை நாளுக்கு அப்புறம் முதன்முறையாக காளிமலைக்கு வரக்கூடிய பாக்கியம் அந்த அம்மாவுடைய அழைப்பிலே கிடச்சது எனக்கு ரொம்ப சந்தோஷமான ஒன்று. எங்கள் குடும்பமே ஆன்மீக குடும்பம் தான், தெய்வத்தை நம்பி இருக்கக்கூடிய குடும்பம் தான். மியூசிக்கில் இல்லை பாட்டில் இல்லை டைரக்ஷனில் கதையில் எல்லாத்துலேயுமே இந்த தெய்வத்தினுடைய அருளை நினச்சி தான் நாங்கள்லாம் வேலை செய்கிறது. அது ஆன்மீகமான குடும்பம் என்பதால் அதெல்லாம் கிடச்சிருக்கு. அது இந்த மாதிரி ஒரு அழைப்பு இந்த கோயிலை பற்றி கேள்விப்பட்டிருக்கோம், ஆனால் வருவதற்கான சந்தர்ப்பம் இல்லாத இருந்தபோது இந்த வருஷம் இந்த சித்திரை பௌர்ணமிக்கு நீங்கள் வரணும்னு சொல்லி அம்மா அழைச்ச மாதிரியே என்னை அழைச்சிருக்காங்க. அதனால் வந்து பார்த்தபோது தான் தெரிஞ்சது அதனுடைய மிக அபரிமிதமான ஒரு அதிர்வு, மன சந்தோஷம், ரொம்ப சந்தோஷமாக இருக்குது. तथेयि तथेयि कृताभिनयोदर नृत्यरते कृतकुकुत कुकुतो गडदादिकताल कुतूहलगानरते धुधुकुट धुक्कुट दिन्दिमितध्वनि धीर मृदङ्गनिनादरते. காளிமலை தென்னிந்தியாவின் புண்ணியஸ்தலம். சுமார் 3600 அடி உயரமுள்ள மலையில் பெண்கள் பொங்காலை இடுகிறார்கள். உயரமான மலையில் பொங்காலை போடுவது உலகத்திலேயே இந்த இடத்தை தான் இருக்கிறது. 4 சக்தி கேந்திரங்களில் காளிமலையும் உண்டு. மண்டைக்காடு, கொல்லிக்கோடு, கன்னியாகுமரி, காளிமலை ஆகிய 4 சக்தி ஸ்தலங்களில் காளிமலையும் ஒன்றாக இருக்கிறது. भण बण भिञ्जिमि भिङ्कृत नूपुर सिञ्जित मोहित भूतपते नटित नटार्ध नटी नट नायक नाटित नाट्य सुगानरते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. മെയ് 7 ഞായറാഴ്ചയായിരുന്നു കാളിമല സെമിനാർ. റിച്ചാർഡ് ഹേ എംപിയും പ്രശസ്ത സിനിമാ താരം സനൂഷിയും ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു.
ഹെ MP ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കുമാരി സനൂഷയാണ് ഭദ്രദീപം തെളിയിച്ചത്. കാളിമല ദേവസ്വം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. കാളിമല ദേവസ്വം പ്രസിഡന്റ് സി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. റിച്ചാർഡ് ഹെ MP ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കുമാരി സനൂഷ ഭദ്രദീപ പ്രകാശനം നടത്തി. സി ഇന്ദുചൂടൻ മുണ്ടക്കയത്തിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ തുടക്കമായ ചടങ്ങിൽ കാളിമല ദേവസ്വം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. കാളിമല ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് സി രാജേന്ദ്രൻ അധ്യക്ഷനുമായിരുന്നു. കാളിമലയിലെ ജഗദംബികേ വരമ്പതിമലയുടെ ഉടയവളേ, കാളിമലയിലെ ജഗദംബികേ വരമ്പതിമലയുടെ ഉടയവളേ, അന്നവും വസ്ത്രവും നൽകുന്നൊരമ്മേ, അന്നപൂർണേശ്വരിയായി ഭജിക്കുന്നു ഞാൻ. അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാൻ ജി ഗോപാൽ, സ്വാമി ശാന്തിപ്രസാദ്, തപസ്യ ജില്ലാ അധ്യക്ഷൻ പി രാജശേഖരൻ, പ്രാണദർശൻ ട്രസ്റ്റി കിഷോർജി, ഡോക്ടർ ഷാജി കെ നായർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കാളിമല ദേവസ്വം ട്രസ്റ്റ് സെക്രട്ടറി ബി വിദ്യാധരൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. വളരെ അധികം പ്രാധാന്യം കൊടുക്കേണ്ട കാലമാണിത്. അത് നമ്മൾ ചെയ്യണം. ധാരാളം വൃക്ഷത്തൈകൾ, എക്സോട്ടിക് പ്ലാന്റ്സ്, മറ്റു രാജ്യങ്ങളിലെ പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ധാരാളം സസ്യങ്ങളുണ്ട്. ഈ ഇതിൽ വളരുന്നതായിട്ട് സസ്യങ്ങൾ, അത് മതി നമുക്ക്. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് അവിടെ നിന്നും യുക്കാലിപ്സും അക്കേഷ്യയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. നമ്മുടേതായ ഈ രാജ്യത്ത് സസ്യങ്ങളുണ്ട്, അത് തന്നെ നടുക. ഇവിടെ വരുന്ന വഴിക്കാൻ മനസ്സിലാക്കി ഈ ഭാഗത്ത് പ്രത്യേകത മാങ്ങയുണ്ട്. ഈ ഭാഗത്ത് ആ മാങ്ങ ഇവിടുത്തെ പ്രത്യേകതയാണ്, അത് വേറെ എവിടെയും ഇല്ല. അപ്പം അത് ഇവിടുത്തെ മാങ്ങനെയും മാവിനെയും സംരക്ഷിക്കേണ്ട കടമ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരു വംശനാശം വരും. അങ്ങനെ ഒരു മാങ്ങ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഭാഗങ്ങളിൽ. നമ്മുടെ കാവുകൾ, കുളങ്ങൾ, വയലുകൾ ഇതെല്ലാം സംരക്ഷിക്കണം. നമ്മൾ വടക്കൻ കേരളത്തിലും പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയില്ല. കാവുകൾ ധാരാളം ഉണ്ടാകും. ഈ കാവിൻ്റെ എന്തിനാണ് ഈ കാവ് ഉണ്ടാക്കിയതെന്ന് പിന്നെ നമുക്ക് മനസ്സിലാകും. കാവിൻ്റെ ചുറ്റും മരങ്ങൾ നട്ടിട്ടുണ്ടാവും. ഒരു വിശ്വാസം, അവിടെ ഒരു സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ടാവും. അപ്പം ആ കാവിലത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിന് നമ്മൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർപ്പത്തിൻ്റെ എന്തെങ്കിലും വിരോധം വരുമെന്നുള്ള മനസ്സിൽ വരും. ആ കാവിനെ നമ്മൾ സംരക്ഷിക്കും. കുളങ്ങളുണ്ടാവും അതിൻ്റെ അടുത്ത്. ആ കുളത്തിനും അങ്ങനെ തന്നെ ഒരു പ്രത്യേകത കൊടുത്തിരിക്കും. അപ്പം പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും കാവുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ തുളസി, അതേപോലെ തന്നെ മുരിങ്ങ, അങ്ങനത്തെ പല ചില സാധനങ്ങൾ നമ്മൾ വളർത്തുന്ന നടേണ്ട ആവശ്യമുണ്ട്. മുരിങ്ങയൊക്കെ വൈറ്റമിൻ എയുടെ ഒരു കളവറിയാണ്. വൈറ്റമിൻ എ ഇല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരും. അപ്പം ഇതൊക്കെ നമുക്കിത് തന്നിട്ടുണ്ട്. നമ്മൾക്ക് അതേപോലെ തന്നെ ജലചൂഷണം ചെയ്യുന്നതിൽ നമ്മൾ മിടുക്കരാണ് കേരളീയർ. എവിടുന്നാണ് ഈ ജലം വരുന്നത്? ഈ ജലം എങ്ങനെ ഉപയോഗിക്കണം? അതിൻ്റെ പ്രാധാന്യം എന്താണ്? വാട്ടർ ഇസ് സോ പ്രിഷ്യസ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ റൂമിൻ്റെ വെള്ളം പല സ്ഥലങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല, പൈപ്പ് തുറന്നിട്ടൊക്കെ പോകും. കുറച്ച് കഴിഞ്ഞാൽ മറ്റേ കോർപ്പറേഷൻ്റെ വെള്ളം വരും, ആ വെള്ളം മുഴുവനും പുറത്തേക്ക് പോവാണ്. നമ്മൾ പഴയൊരു ചെറിയൊരു കാര്യം നമ്മൾ മുമ്പ് ഉപയോഗിക്കുന്നത് പഴയ വീട്ടിൽ പോയ വാൽക്കിണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു കൺട്രോളിങ് ഉണ്ട്. നമ്മൾ വേണ്ടാണ്ട് വെള്ളം ഉപയോഗിക്കില്ല, ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം മാത്രമേ. പക്ഷേ അന്നത്തെ കാലം ഉണ്ടാക്കിയതാണ് അതൊക്കെ. അത് വളരെ സയൻറ്റിഫിക് ആയിട്ട് അന്നത്തെ കാലം ഉണ്ടാക്കിയതാണ്. ക്ഷേത്രം ഞാൻ ആദ്യമേ തന്നെ മനസ്സിലാക്കിയത് ഹിന്ദു ഐക്യവേദിയുടെ ഇന്നത്തെ കേരള സെക്രട്ടറി ശ്രീ പ്രഭാകരനിൽ നിന്നാണ്. അദ്ദേഹവും ഇവിടെ മാന്യ സംഘചാലക് ശ്രീ രാജേന്ദ്രൻ, ഇതേപോലുള്ള ആളുകൾ ഏതിൻ്റെ പേരിലാണ് ഈ കാളിമല ഉദ്ഘാടനത്തിന് വേണ്ടി പുറപ്പെട്ടത്, എന്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ ചാനൽ ആൾക്കാരെല്ലാം വന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കാനും ഈ സെമിനാറിലെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും തയ്യാറായത്,
അത് ഹിന്ദുത്വത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് നമ്മൾ ആ സംഘാടകന്മാരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം. ഏകദൈവം തന്നെയാണ് ഹിന്ദുവും ആരാധിക്കുന്നത്. 30 കോടി ജനങ്ങളെ പൂജിക്കുന്നവനാണ് ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ട്. അപ്പോൾ അത് ഏകദൈവമാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഏകദൈവത്തെ ആരാധിക്കുന്ന ആ ഹിന്ദു എന്ന് പറയുന്നതിൽ ഒരപമാനം തോന്നേണ്ട കാര്യമില്ല. തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഈ ഭാഗത്ത് കാണുന്നു. അത് ആദ്യം പറഞ്ഞതുപോലെ ഹിന്ദുത്വത്തിൽ അഭിമാനിക്കാത്ത ആൾക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. നമ്മളിന്ന് കാണുകയാണത്. പക്ഷേ കഴിഞ്ഞ 50 വർഷം 60 വർഷമായിട്ട് മാറ്റം വന്നു. ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന ഹിന്ദു സടകുടഞ്ഞെഴുന്നേറ്റു. ആ സടകുടഞ്ഞെഴുന്നേറ്റിൻ്റെ ഫലമായി എവിടെല്ലാം തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്രങ്ങൾ മുഴുവൻ ഉയർന്നു വന്നു. തുടർന്ന് റിച്ചാർഡ് ഹേ എംപിയും സനൂഷിയും ചേർന്ന് അവാർഡുകൾ വിതരണം ചെയ്തു. BJP ദക്ഷിണ മേഖല ഉപാധ്യക്ഷൻ തോട്ടക്കാട് ശശി, തമിഴ്നാടിനും കേരളത്തിനും തൊട്ടുകിടക്കുന്ന ഈ സഖ്യപർവ്വതത്തിൻ്റെ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ക്ഷേത്രം വളരെ പുണ്യപുരാതനമാണ്. രാജഭരണകാലത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ക്ഷേത്രം ഇന്ന് വർഷത്തിലൊരിക്കലുള്ള തീർത്ഥാടനം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ആ തീർത്ഥാടനത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത്തരം ഒരു തീർത്ഥാടനത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞതിനും അതേപോലെ തന്നെ ഇന്നിവിടെ നടന്ന ഹിന്ദു ദേശീയത എന്നുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും വളരെ ഒരു വേറിട്ട അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇവിടെ ചില പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റും മലയാളം നെറ്റ്വർക്കും ചേർന്നിട്ട് ആ പദ്ധതിക്കും ആ പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേർന്നുള്ളൂ. ചടങ്ങിൽ വെച്ച് റിച്ചാർഡ് ഹേ MP വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 30ഓളം വ്യക്തിത്വങ്ങളെ കാളിമല പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. സ്വാമി ശാന്തി പ്രസാദ്, VS മുരാരി തന്ത്രി, G ഗോപാൽ അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്ത്, ജോസ് ജേക്കബ് മഞ്ചീരം, കാളിമലയിൽ വെച്ച് തന്നെ കാളിമല അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നിന്ന് വാങ്ങുന്നതിലും അതിലുപരി MP ആയ റിച്ചാർഡിൽ നിന്ന് വാങ്ങിയതിലും വളരെയധികം സന്തോഷമുണ്ട്. P രാജശേഖരൻ, തപസ്യ ജില്ലാ അധ്യക്ഷൻ, അനിത കുമാരി, മഹേഷ് VS, പ്രാണദർശൻ ട്രസ്റ്റി കിഷോർജി, ചാന്ദിനി സലീഷ്, പ്രകൃതിയുടെ സ്വരലയ താളമാണ് നൃത്തം, ജീവനാഡിയാണ് നൃത്തം. ഈ കാളിമലർക്കാവെന്ന പുണ്യഭൂമിയിൽ വെച്ച് നൃത്തത്തിൻ്റെ ദേവനായ ശിവനെയും ലാസ്യത്തിൻ്റെ ദേവതയായ ദേവിയെയും സാക്ഷി നിർത്തി നാട്യഭൂഷൺ അവാർഡ് ലഭിച്ചതിന് വളരെയധികം സന്തോഷം. ദുർഗ പ്രസാദ്, V ലിൻസൺ, ആത്മീയ ചൈതന്യം കൊണ്ടും പ്രകൃതി കൊണ്ടും സമ്പുഷ്ടമായ ഈ കാളിമല ക്ഷേത്രത്തിൽ വെച്ച് ഒരു യോഗാചാര്യൻ എന്നുള്ള അവാർഡ് തന്നതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. RR ലാൽകൃഷ്ണൻ പോറ്റി, അമരവിള പുരുഷോത്തമൻ ആശാൻ, C ഇന്ദുമോൻ, 2017 കാളിമല വരംപ്രതി പുരസ്കാരം തന്ന മലയാളം ന്യൂസ് നെറ്റ്വർക്കിനും കാളിമല
ട്രസ്റ്റിനും എൻ്റെ വളരെയധികം നന്ദി അറിയിച്ചോളൂ. ജിഷ്ണു വാസുദേവൻ, ഷിബു നാരായണൻ, അനൂപ് KG ആചാരി, സി ഇന്ദുചൂടൻ, ദക്ഷിണ ഭാരതത്തിലെ പ്രശസ്ത ക്ഷേത്രമായ കാളിമല വരമ്പതി മഹോത്സവത്തോടനുബന്ധിച്ച് കാളിമല വരമ്പതി പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. മലയാളം ന്യൂസ് നെറ്റ്വർക്കിനും കാളിമല വരമ്പതി ക്ഷേത്രത്തിലെ എല്ലാ ഭാരവാഹികൾക്കുള്ള നന്ദി ഞാൻ ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഈ അവാർഡ് എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ സരസ്വതി സംഗീത വിദ്യാലയത്തിലെ കുടുംബാംഗങ്ങൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും വേണ്ടി ഞാൻ മാതാപിതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. പ്രസാദ് കുമാർ, KR സാബു ശാന്തി, ഡോക്ടർ ഷാജി K നായർ, ലക്ഷ്മണ സ്വാമികൾ, ബാബുരാജ്, രാജൻ പണിക്കർ, KK സുരേന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ അവാർഡ് സ്വീകരിച്ചു. രാജേന്ദ്രൻ C കാളിമല ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ്, K ശ്രീകുമാർ കാളിമല ദേവസ്വം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ്, B വിദ്യാധരൻ ട്രസ്റ്റ് സെക്രട്ടറി, പ്രഭാകരൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി എന്നിവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ കാളിമല ക്ഷേത്രത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി വന്നതാണ്. ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ പറ്റിയത്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.